എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ ക്ലോസിംഗ് കഴിഞ്ഞിട്ടുള്ള ഒന്നാം തീയതി വീഡിയോ ആണ്. കുറച്ച് ലേറ്റ് ആയി എന്നറിയാം, എന്നാലും സോറി. വേറെ ഒന്നുമല്ലോ, വർക്കും കാര്യങ്ങളിലുണ്ട് കുറച്ച് ഡിലേ ആയിട്ടാണ് വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുന്നത്. സൂര്യൻ തേജൊക്കെ ആര്യമ്പാടത്താണ്. ഞാനാണെങ്കിൽ എനിക്ക് ഏകദേശം 10 മണിയായിട്ട് കേട്ടോ. ക്ലോസിംഗ് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് കിടക്കുമ്പോൾ തന്നെ ഏകദേശം 3:30 മണിയായിട്ടേ. അതുകൊണ്ടാണ് ലേറ്റ് ആയത് എണീക്കാൻ. എഴുന്നേറ്റ് കഴിഞ്ഞാൽ രാവിലെ റൂമെല്ലാം ക്ലിയർ ആക്കാറ് സൂര്യാണ് കേട്ടോ. ആളിവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് ഞാനാണ് ക്ലിയർ ആക്കിയത്. സൂര്യ വീട്ടിലുണ്ടെങ്കിൽ രാവിലെ പുട്ടോ ഇഡ്ഡലിയോ ദോശ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി തരും കേട്ടോ. ഞാനാണെങ്കിൽ എന്തെങ്കിലും ഉടായ്പ പരിപാടി കാണിക്കുകയാണ്. എനിക്കാണെങ്കിൽ രാവിലെ ഹെവി ഫുഡ് കഴിക്കണമെന്നൊന്നുമില്ല കേട്ടോ. എന്തെങ്കിലും ലേറ്റ് ആയിട്ട് കഴിച്ചാൽ മതി. ആദ്യം തന്നെ 3 കോഴിമുട്ട എടുത്തിട്ട് കൊത്തിപ്പൊരി ഉണ്ടാക്കിട്ടാ. അപ്പൊ ഇന്നൊരു ഹെൽത്തി കുട്ടനാവാന്ന് വിചാരിച്ചുട്ടോ. എഗ്ഗിന്റെ ഒപ്പം തന്നെ ഡേറ്റ്സും ബദാമും കാഷ്യൂ ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പംകിൻ സീഡും യോഗട്ടും ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിച്ചിട്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉഷാറാക്കാന്ന് വിചാരിച്ചുട്ടോ. നമുക്ക് പിന്നെ ഇംഗ്ലീഷുകാരെ പോലെ സ്പൂൺ കൊണ്ടൊന്നും കഴിക്കാൻ പറ്റണില്ലേ. അപ്പൊ പിന്നെ സ്പൂൺ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് കൈ കൊണ്ടാക്കാൻ യുദ്ധം എന്ന് വിചാരിച്ച് നമ്മുടെ സ്വന്തം കൈ കൊണ്ട് കഴിക്കുന്ന ടേസ്റ്റ് ഒന്നും ഒരു സ്പൂണും കിട്ടില്ല കേട്ടോ. അങ്ങനെ പ്ലേറ്റ് മൊത്തം കാലിയാക്കിട്ട് യോഗട്ട് എടുത്ത് കഴിച്ചിട്ടുണ്ട്. ഇതെല്ലാം പാടെ തൊണ്ടയിൽ അടയാണ്ടിരിക്കാൻ വേണ്ടിട്ട് വായിലേക്ക് കുറച്ച് വെള്ളം കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട്. അവസാനം പിന്നെ ക്ലീനിങ്ങിന്റെ പരിപാടിയിലാണ്. നമ്മൾ കഴിച്ച പാത്രങ്ങൾ നമ്മൾ തന്നെ കഴുകി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ കിച്ചൺ വൃത്തിയാവും ചെയ്യും. ബാക്കിയുള്ളവർക്ക് പണികളും ഉണ്ടാവില്ലേ. പിന്നെ പാത്രങ്ങളെല്ലാം കഴുകി എടുത്തു വെച്ചിട്ട് അവിടെ എല്ലാം തുടച്ച് ക്ലീൻ ആക്കിയിട്ടാ. ഞാൻ ഉച്ചയാവുമ്പോ സൂര്യനും തേജുവിനും കൊണ്ടുവരാൻ വേണ്ടി ആരമ്പടത്തേക്ക് പോവായിരുന്നേ. അപ്പാണെങ്കിൽ നല്ല മഴയിട്ട് ഇറങ്ങുമ്പോ രാവിലെ തന്നെ കുറെ നേരം നിന്നിട്ട് വണ്ടി കഴുകിയതൊക്കെ വെറുതെ. പിന്നെ പാലത്തിനവിടെ കുറെ ചേട്ടന്മാരെ മീൻ പിടിക്കാനൊക്കെ നിൽക്കണ്ടേ. പിന്നെ ആര്യമ്പാടത്ത് കുറച്ച് മാങ്ങിയും കുറച്ച് പഴം വാങ്ങിയിട്ടാ വീട്ടിക്ക്. ഇത് സൂര്യയുടെ വീട്ടിലേക്ക് പോകുമ്പോഴുള്ള വഴിയാണേ, അവിടെയുള്ള പാടാട്ടത്. പിന്നെ എന്നത്തെയും പോലെ വണ്ടി ഫ്രണ്ടിലിടാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നേരെ ബാക്കിൽ കൊണ്ടുപോയിട്ടാ വണ്ടി ഇട്ടുണ്ടായിരുന്നത്. തേജുവിന്റെ പോപ്പിക്കോടെ എടുത്ത് വണ്ടിയിൽ ഇട്ടോണ്ട് ഭാഗ്യമായിട്ടോ മഴ കൊള്ളാണ്ട് വീട്ടിലേക്ക് എത്താൻ പറ്റി. ഞാൻ വീട്ടിലെത്തി റൂമിൽ പോയപ്പോ അച്ഛരെ കുട്ടി അവിടെ നിന്നിട്ട് എംബാപ്പന്റെ ഫോട്ടോ വരയ്ക്കുന്നുണ്ടാ. തേജുട്ട് ഒരുവിധൊക്കെ വരച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. തേജുവിന്റെ കിരമ്മാമൻ അവിടെ ഉണ്ടായിരുന്നേ. തേജു വരച്ച ചിത്രം ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണേ. ഇന്നത്തെ ഉച്ചൂണ് അവിടെ നിന്നായിരുന്നു കേട്ടോ. ചോറും മീൻകറിയും മീൻ വറുത്തതും ഓംലേറ്റ് എല്ലാം ഉണ്ടായിരുന്നേ. പിന്നെ നല്ല ഉപ്പിലിട്ട് അമ്പഴങ്ങച്ചാർ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഓരോ ഭാഗത്തോട്ട് ഫുഡ് കഴിക്കാണ്ടായിരുന്നേ. ഞാനും സൂര്യ ഒരുമിച്ചായിരുന്നേ. ആദർശാണ് ഈ ആളിരുന്നിട്ടാ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. തേജു പിന്നെ എല്ലാവരും കഴിഞ്ഞിട്ട് ആളിൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഫുഡ് കഴിക്കാട്ടാ. പിന്നെ ആദ്യം ആളും അടുത്ത പ്ലാൻ എന്താ ചോദിച്ചിട്ട് വന്നിട്ടുണ്ട്. ഉച്ച സമയമാണല്ലോ, എല്ലാരും പാടെ കുറച്ചേരം അവിടെ ഇരുന്ന് സംസാരിച്ച് ഇവരെല്ലാരും പാടെ ഇരുന്നിട്ട് എന്നെ തൂക്കണേ. ഞാൻ വിട്ടുകൊടുക്കുവോ, ഞാൻ തിരിച്ചങ്ങോട്ടും പടി കൊടുത്തിട്ടാ. പിന്നെ മാളുവിന്റെ അനിയൻ ദേവുട്ടൻ അവരെ വീട്ടിൽ നിന്ന് റോക്കിനെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. റോക്കിയോ ബ്ലാക്കോ എന്തോ പേര് പറഞ്ഞേ, ഞാനത് മറന്നുപോയി. അമ്മ പറയണ്ടായിരുന്നു സൂര്യ ഇതുപോലത്തെ ഒരെണ്ണം വീട്ടിലേക്ക് വാങ്ങിക്കോന്ന്. സൂര്യക്ക് ഇത് ഇഷ്ടമല്ലാത്ത കാരണം അത് വീട്ടിലത് ഒരെണ്ണം വാങ്ങാത്ത. ആളിന്നായിട്ട് ഭയങ്കര സെറ്റ് ആയിട്ടോ. എന്റെ മേലിൽ കിടന്നിട്ട് കുറച്ചേരം കിടന്നുറങ്ങിയേ. അതും ആളും പാടെ ശർക്കര നന്നാക്കിട്ട് അമ്മേനെ സഹായിക്കുന്നുണ്ടോ അട ഉണ്ടാക്കാൻ വേണ്ടിട്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ എല്ലാരും പാടെ ലൈവ് സൂര്യടയിൽ പോയിണ്ടായിരുന്നേ. അവസാനം അങ്ങനെ ശർക്കര അട ഉണ്ടേ. ഈവനിങ് ആയപ്പോ അടിയും ചായയും പാടെ എല്ലാരും കൂടി കഴിച്ചുട്ടോ. ദേവൂട്ടനും തേജും പാടെ അവിടെ ഭയങ്കര കളിയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെറിയ യാത്ര പോയേ. അത് അടുത്ത വീഡിയോയിൽ കാണാട്ടോ. ബൈ.